ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമ്മൾ നാളെ നാട്ടിൽ പോവുകയാണ് ഗൈസ്. അതിനുള്ള സാധന സാമഗ്രികളെല്ലാം നമ്മളിവിടെ പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ പ്രഹസനമാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നതും. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി വെച്ചുകൊണ്ടിരുന്നു. ഇന്ന് തന്നെ എടുത്ത് വെച്ചില്ലേ, നാളെ രാവിലെ ആകുമ്പോഴത്തേനും എല്ലാം മറന്നു പോകുന്ന ടീമായതുകൊണ്ട് എല്ലാം ഒപ്പം തന്നെ പെറുക്കി വെച്ചു. പിന്നെ എൻ്റെ ബാഗിൽ ചെറുതായിട്ട് കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമ്മൾ കയറി കിടന്നുറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റു. എന്നിട്ട് താഴെ ഓടിച്ചെന്ന് രജിസ്റ്ററിൽ പോയി സൈനൊക്കെ ഇട്ടു. നമുക്ക് ഇത്തിരി കൃത്യനിഷ്ഠത ബോധമുള്ള കുട്ടികളായതുകൊണ്ട് എനിക്ക് 6:05 ട്രെയിനിന് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് 5:45 കഴിഞ്ഞപ്പോഴാണ്. അത് കാരണം നമ്മൾ എന്നിട്ടും പയ്യെ അവിടെ ഇങ്ങനെ നിന്നു. എന്നിട്ട് പിന്നെ റോഡിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കമൻ്റ് അടിച്ച് നമ്മൾ ഇത്രയും പേര് ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കിന് ഏറെക്കുറെ എല്ലാം തീരുമാനമായി. പ്ലാറ്റ്ഫോം ഏതാണെന്ന് നമുക്കറിയില്ല. പിന്നെ പ്ലാറ്റ്ഫോം തപ്പി ഒരു ഓട്ട വരുന്ന എൻ്റെ പൊന്നും ഒന്നും പറയണ്ട. പിന്നെ ഓടിച്ചെന്ന് ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് കുറേ നേരമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വാതിലിൻ്റെ അവിടെ ചെന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ കുറച്ചിങ്ങനെ ആസ്വദിച്ചു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ അവിടെ നിന്നു. പിന്നെ എളുപ്പം നമ്മൾ ചെങ്ങന്നൂരെത്തിയപ്പോൾ എനിക്ക് ഒറ്റൊരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ ദൈവമേ എളുപ്പമൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് കയറിയാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. സത്യം പറയാലോ, ഇപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പോലും നന്നായിട്ട് സൗണ്ട് കിട്ടുന്നില്ല. എന്നിട്ട് നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വെളുപ്പിന് വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ആ സമയത്ത് ഒറ്റ മൈൻഡിൽ തോന്നി നമ്മളപ്പോൾ അങ്ങ് ഇറങ്ങിയതാണ്. വല്ലാത്തൊരു ജാതി അവസ്ഥ തന്നെ. പിന്നെ എളുപ്പം ബസ് കാത്ത് നിന്നു. ബസ് വന്നു. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറി അടൂര് ചെന്നപ്പോഴത്തേനും ഒടുക്കത്ത മഴ, ഒന്നും പറയണ്ട, ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഒന്നാമത് ജലദോഷം, എൻ്റെ കൂടെ മഴയും, എല്ലാം കൊണ്ടും നല്ല ശുഭലക്ഷണം തന്നെ. പിന്നെ എളുപ്പം അമ്മ എന്നെ വിളിക്കാൻ വന്നു. അപ്പം ഇന്നത്രേ ഉള്ളൂ, ബാക്കി നാളെ.